പരിധി പബ്ലിക്കേഷൻസ് പുറത്തിറക്കിയ കാലക്കേട് എന്ന സമാഹാരത്തിൽ പ്രസിദ്ധീകരിച്ച കഥ നഗ്നമേനികൾ. കയ്യിലെ ആഹാരം തീർന്നു തുടങ്ങി. ഗുഹയായതിനാൽ ഭാഗ്യത്തിന് വെള്ളമുണ്ട്. പാറയുടെ വിടവിലൂടെയാണ് അത് ഒഴുകി വരുന്നത്. അവനും അവളും മാത്രമാണുള്ളത്. ബാക്കിയുള്ളവരുടെ അവസ്ഥ എന്താണെന്ന് ഒരു പിടിയുമില്ല. പുറത്ത് നിരന്തരം വെടിയൊച്ചകളാണ്. ഏത് നേരവും ഒരു മാരകായുധം വന്ന് അതിനുള്ളിൽ വീഴാമെന്ന് ഉറപ്പുണ്ട്. അതോടുകൂടി എല്ലാം തീർന്നു കിട്ടും. ഇങ്ങനെ ഒരു ദുരവസ്ഥ ഉണ്ടാകുമെന്ന് അവരാരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. എന്തൊക്കെ കണക്കുകൂട്ടലുകളായിരുന്നു! വീട്ടുകാരെ എങ്ങനെ നേരിടണം, നാട്ടുകാരെ എങ്ങനെ നേരിടണം, മക്കളുടെ ഭാവി എന്നിങ്ങനെ. ഇതാ എല്ലാം അവസാനിക്കുവാൻ പോകുന്നു. അവൻ്റെ മടിയിൽ കിടക്കുമ്പോൾ അവൾക്ക് ഏറെ ആശ്വാസമുണ്ടായിരുന്നു. നിനക്ക് പേടിയില്ലേടാ? അവളുടെ സ്വനത്തിൽ പ്രാണൻ തീരെയില്ലായിരുന്നു. അവൻ നിശബ്ദനായിരുന്നു. യുദ്ധം അവസാനിക്കുന്നത് വരെ നമുക്ക് പിടിച്ചു നിൽക്കാനാവുമോ? അതിനോടും അവൻ പ്രതികരിച്ചില്ല. കേൾക്കുന്നുണ്ടോ? അവൾ അവനെ പിടിച്ചു കുലുക്കി. അവൻ അവളുടെ താട പിടിച്ചുയർത്തി മുഖത്തെ മറയെടുത്തു മാറ്റി. അവളുടെ വെളുത്ത സുന്ദര വദനം അവന് കാണാമായിരുന്നു. നിങ്ങൾ ചെയ്യുന്നതാണ് ശരി, അവൻ പറഞ്ഞു. എന്ത് ശരി? അവൾക്കൊന്നും മനസ്സിലായില്ല. അവൻ തുടർന്നു. ഒരു പെൺകുട്ടിയെ ഏറെ സുന്ദരിയാക്കുന്നതും മറ്റുള്ളവരിൽ നിന്നും ഏറെ ഭേദപ്പെടുത്തുന്നതും അവളുടെ മുഖമാണ്. അതുപോലും മറച്ചു വയ്ക്കുക. നീ എനിക്ക് വേണ്ടി മറച്ചു വച്ചിരിക്കുന്നത് പോലെ. മിണ്ടിപ്പോവരുത്. ഇപ്പം ഞാനിതെല്ലാം ഊരിയെറിയും. ഇത് കാരണമല്ലേ എല്ലാം. അവൾ ക്ഷുഭിതയായി. പിന്നെയും അവർ ഏറെ നേരം നിശബ്ദരായിരുന്നു. അവളുടെ മെലിഞ്ഞ വിരലുകൾ അവൻ്റെ പൂണൂലിലൂടെ ഇഴഞ്ഞ് കളിക്കുകയായിരുന്നു. നിനക്കുറപ്പുണ്ടോ നമ്മൾ പിടിച്ചു നിൽക്കുമെന്ന്? ഇത്തവണ ചോദ്യം അവനിൽ നിന്നായിരുന്നു. അതിനു മുമ്പായി നമുക്ക് ഒന്നിക്കണ്ടേ? അവളുടെ ചോദ്യത്തിൽ ആകാംക്ഷയ്ക്കൊപ്പം ഒരു മാസ്മരശക്തി നിറഞ്ഞു നിന്നിരുന്നു. ഇരുവരും മുഖാമുഖം നോക്കിയിരുന്നു. തുടങ്ങാം. അവനിൽ നിന്നും അപേക്ഷയുണ്ടായി. പനിനീരും കളഭവും ഭസ്മവും മണക്കുന്ന വസ്ത്രത്തിൽ നിന്ന് അവൻ്റെ മാംസളമായ മേനിയെ അവൾ സ്വതന്ത്രമാക്കവേ അവൻ്റെ വിയർപ്പിൻ്റെ ഗന്ധം അവളുടെ നാസികയിലേക്ക് തുറച്ചു കയറി. തടസ്സത്തിൻ്റെ പ്രതീകമായി അവളെ പൊതിഞ്ഞു വച്ചിരുന്ന കറുത്ത ആടയെ വലിച്ചൂരവേ അവൻ്റെ നാസികയിലും നിരന്തരം മൂടി വച്ചിരുന്ന അവളുടെ മേനിയുടെ സുഗന്ധം തുളച്ചു കയറി. ചുംബനങ്ങൾക്കൊപ്പം ഇരുവരും പരസ്പരം പുണർന്നു ഉരുളവേ വലിച്ചെറിഞ്ഞ വസ്ത്രങ്ങൾ ഗുഹയിലെ അമർന്ന വെളിച്ചത്തിൽ നിറഭേദങ്ങളുണ്ടാക്കി. അങ്ങനെ ഇരുമേനികളിലും വിയർപ്പുകൾ ഒന്നിച്ചൊഴുകി നിൽക്കെ അതുണ്ടായി. വിദൂരത്തു നിന്ന് പറന്നു വന്ന് വീണ ഒരു മനുഷ്യമേനിയിലെ ചോരയിൽ കുതിർന്ന അവയവത്തെ കണ്ട് ഭയന്ന് അവൾ അവൻ്റെ മാറിലേക്ക് മുഖം പൂഴ്ത്തവേ അവളുടെ കൂന്തൽ അവൻ്റെ മുഖത്തെ മറച്ചു. പുറത്തു നിന്നുള്ള വെടിയൊച്ചകളുടെ തീവ്രത വർദ്ധിക്കവേ യുദ്ധം അവരുടെ അരികിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു എന്നവർ തിരിച്ചറിഞ്ഞു. അവൻ അവളെ മുറുകെ പിടിച്ചു. പരസ്പരം ചുണ്ടുകൾ ചേർത്ത് പിടിച്ച് ഇരുവരും ഒരുപോലെ ശ്വാസമെടുക്കവേ പുറത്തു നിന്നു വന്ന ഒരു അഗ്നിഗോള
അഗ്നിഗോളാസ്ത്രം അവളുടെ പുറകിൽ വന്ന് പതിച്ചു. അവനെ തന്നെ നോക്കിയിരുന്ന അവളുടെ നിർജീവ നയനങ്ങളിൽ പോലും അവനോട് അവൾക്കുള്ള വിശ്വാസം നിറഞ്ഞു നിന്നിരുന്നു. ഒരാവർത്തനമെന്നോണം തൊട്ടു പിന്നാലെ വന്ന മറ്റൊരു വെടിയുണ്ട അവൻ്റെ ശിരസിനെയും അവൻ്റെ മേനിയിൽ നിന്ന് വേർപെടുത്തിയിരുന്നു.